ഹലോ ഒരുവൺ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ IB ടയർ 2 വരാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമായിരുന്നു IB ടയർ 2 എന്ന് കാണും, അതേപോലെ തന്നെ അതിൻ്റെ എക്സാമിനേഷനൊക്കെ എന്ന് പ്രതീക്ഷിക്കുക എന്നുള്ളത്. നിങ്ങൾക്കറിയാം IBയുടെ എക്സാമിനേഷനൊക്കെ ഈ അടുത്തിടെയായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പം അതൊരു ഗ്രൂപ്പ് സി എന്താണ് ഒരു നോൺ ഗസറ്റഡ് നോൺ മിനിസ്ട്രിയൽ പോസ്റ്റ് ആയിരുന്നു അല്ലേ? ഒരു 10ാം ക്ലാസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റായിരുന്നു IB SA സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അല്ലേ? ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള എക്സാമിനേഷൻ ആയിരുന്നു അല്ലേ? അതിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 18 മുതൽ 27 വയസ്സിനിടയിൽ ആയിരിക്കണം എന്നുള്ളത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അതിൻ്റെ അങ്ങനെ നടത്തിയിട്ടുള്ള എക്സാമിനേഷൻ ടയർ 1 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ടയർ 1 കഴിഞ്ഞു. അതിൻ്റെ റെസ്പോൺസ് ഷീറ്റും വന്നു. അതിൻ്റെ ഇപ്പോൾ റിസൾട്ട് ഉൾപ്പെടെയുള്ള ഒരു അതിൻ്റെ താർക്കല്ല കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കാണിച്ചുകൊണ്ട് ഒരു റിസൾട്ടും ഇവിടെ ഭാഗത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഒരുപാട് പേർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ? ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ രീതിയിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം 3 ടയറുകളായിട്ടായിരുന്നു ഈ പറയുന്ന IBയുടെ എന്ത് ചെയ്യുന്ന എക്സാമിനേഷൻ നടക്കുന്നത്. IBയുടെ ഈ പറഞ്ഞ SA എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ നടക്കുന്നത് 3 ടയറിലായിട്ടാണ്. ടയർ 1, ടയർ 2, ടയർ 3 അല്ലേ? 3 എക്സാമിനേഷനായിട്ടാണ് 3 ടയറുകളായിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് ടയറിനകത്ത് ഇവിടെ SSC എക്സാമിനേഷൻ നടത്തുന്നത് പോലെ തന്നെ ജനറൽ അവയർനെസ്സും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും അടങ്ങിയ പോർഷനായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 100 മാർക്കിന് 1 മണിക്കൂറിനുള്ളിൽ എക്സാമിനേഷൻ എഴുതി തീർക്കുന്ന ഒരു രീതിയായിരുന്നു അല്ലേ? സെക്കൻഡ് ടയർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ റിട്ടൺ എക്സാം ആണ്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. ട്രാൻസ്ലേഷൻ ഓഫ് പാസ്വേഡ് 500 വേർഡ്സ് ഫ്രം ലോക്കൽ ലാംഗ്വേജ് ഡയലക്ട് ടു ഇംഗ്ലീഷ് ആൻഡ് വൈസ് വേഴ്സ എന്നുള്ളതാണ്. അതായത് ഒരു ലോക്കൽ ഡയലക്ട്, അത് മലയാളമാകാം, അത് തെലുങ്കാവാം, അത് കന്നഡയാകാം, അല്ലെങ്കിൽ അത് ഹിന്ദി ആവാം, ഗുജറാത്തി ആവാം, ബംഗാളി ആവാം, എന്ത് വേണമെങ്കിലും ആവാം. നിങ്ങൾ ഏത് അപേക്ഷ സമർപ്പിക്കുന്ന സമയങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ തിരഞ്ഞെടുത്തത് അതായിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ആ ഒരു ഡയലക്റ്റിൽ നിന്നും ഇംഗ്ലീഷിലേക്കും തർജ്ജമ ചെയ്യണം, ഇംഗ്ലീഷിൽ നിന്നും ആ ഒരു ലാംഗ്വേജിലേക്ക് ഡയലക്റ്റോട് കൂടി തന്നെ എന്ത് ചെയ്യുക, തർജ്ജമ ചെയ്യണം. ഇതൊരു ക്വാളിഫയിങ് നേച്ചറുള്ള എക്സാമിനേഷൻ ടയർ 2 എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വാളിഫൈങ് നേച്ചറാണ്. അതായത് നിങ്ങൾ ഇതിൽ പറയുന്ന രീതിയിൽ 50 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊരു 45 മേടിക്കണം എന്നുള്ളതല്ല പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ്. പ്രത്യേക ഒരു കട്ട് ഓഫ് ഒക്കെ വെച്ച് അവർ ക്വാളിഫൈ ചെയ്യാൻ പറയില്ല. ഒരു ക്വാളിഫൈങ് നേച്ചറുള്ള എക്സാമിനേഷൻ ആണ് ടയർ 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ആണ് അടുത്ത ഫേസ് എന്ന് പറയുന്നത്, സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. അപ്പം അതിന് അത്യാവശ്യം നല്ല ട്രെയിനിങ് ഒക്കെ എന്താണ് അത്യാവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ് അല്ലേ? അപ്പോൾ നമ്മൾ AZB അക്കാഡമിയിൽ IB ടയർ 2 വേണ്ടിയിട്ട് അല്ലേ നമ്മളൊരു പുതിയ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ A to Z വൊക്കാബ് സെക്ഷൻസും പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ ടെക്നിക്സും ടാർഗറ്റ് പാസേജർ പ്രാക്ടീസും എറർ ഡിറ്റക്ഷൻ ഡ്രില്ലുകളും ടൈം ബൗണ്ട് മോക്ക് ടെസ്റ്റും പേഴ്സണാലിറ്റി ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ട ഇപ്പം ടയർ 2 ടയർ 3 വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഭാഗമായിട്ട് ഗൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗൈഡൻസും ഭാഗമായിട്ട് എന്ത് ചെയ്യും നൽകുന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു മുൻവർഷങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ പറയുന്ന IBയുടെ എക്സാമിനേഷൻസും അതൊക്കെ പങ്കെടുത്തിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട് ഗൈഡ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗൈഡൻസ് ഗൈഡ് ചെയ്യും. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരുപാട് ടെൻഷൻ മറ്റു കാര്യങ്ങളൊന്നും വേണം. അപ്പോൾ ഈ നമ്മുടെ കോഴ്സിനെ പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് താഴെയായിട്ടൊരു നമ്പർ കാണാൻ വേണ്ടി സാധിക്കില്ല. 9995467246 നമ്പർ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്പർ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഓക്കെ, AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതേപോലെ എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താഴെ ഒന്നെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളെ വിളിച്ച് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു വന്നത് ടയർ 2 എക്സാമിനേഷൻ എന്ന് കാണുമെന്നുള്ളതാണ് അല്ലേ? ടയർ 1 എക്സാമിനേഷൻ അടുത്തിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ടയർ 1 എക്സാമിനേഷൻ അടുത്തിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടയർ 2 എന്ന് പറയുന്നത് നമുക്കറിയാം IB ACI അല്ലെ അസിസ്റ്റന്റ് കമ്മീഷൻ ഇന്റലിജൻസ് ഓഫീസറിന്റെ ഒക്കെ എക്സാമിനേഷൻ കഴിഞ്ഞതിന് കുറച്ച് നാൾ കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യുന്നത് IB SAയുടെ എക്സാമിനേഷൻ കഴിഞ്ഞത് അല്ലെ? SA എക്സിക്യൂട്ടീവിന് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ACIയുടെ എക്സാമിനേഷൻ ഈ പറയുന്ന 11 അല്ലെങ്കിൽ 12 ജാനുവരിയിലാണ് എന്ത് ചെയ്യുന്നത് അവർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 10 ദിവസം കൂടെ നമുക്ക് മാറ്റി വെച്ചാൽ പോലും പറയുന്ന ഒരു 25 അല്ലെങ്കിൽ 26 ജനുവരി മുതൽ പറയുന്ന 1 ഫെബ്രുവരി അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ഫെബ്രുവരി ഓക്കെ, ഈ ഒരു തീയതികൾക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യും IB SA ടയർ 2 ഇത് ടയർ 2 ആണ് പറയുന്നത്. ഓക്കെ, ടയർ 2 എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു. IB ടയർ 2 എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കുക,
ടയർ 2 എന്ന് പറയുന്നത് ക്വാളിഫൈ നേച്ചർ ആണ്, നമ്മൾ പറഞ്ഞു ക്വാളിഫൈ നേച്ചർ ആണ്. അപ്പം നിങ്ങൾ ആകെ സ്കോർ ചെയ്യേണ്ടത് ഒന്ന് ടയർ 1-ലാണ് അല്ലേ, ടയർ 1-ലാണ് അത് 100 മാർക്കിനാണ്. ഏകദേശം ഒരു 70-80 ഒക്കെ മാർക്കൊക്കെ നിങ്ങൾ സെറ്റാക്കി കഴിഞ്ഞാൽ എന്താണ് സേഫ് സ്കോർ ആണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അടുത്ത ടയർ 2 അത് ക്വാളിഫൈ നേച്ചർ ആണ്. പിന്നെ ടയർ 3 എന്ന് പറയുന്നത് 50 മാർക്സിന്റെ ഒരു ഇന്റർവ്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലാണ്. രണ്ടും വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞ് നമ്മുടെ ടയർ 2 വിട്ടുകളയരുന്നല്ല, ടയർ 2 വളരെ ക്രൂഷ്യലാണ്. കാരണം നിങ്ങൾ ഇന്റർവ്യൂയിലേക്ക് നിങ്ങളെ കടത്തി വിടണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ടയർ 2 ആണ്. ടയർ 2 ഡിറ്റർമിൻ ഇതാണ്, അവർ തീരുമാനിക്കും എന്താണ് ഈ പറയുന്ന ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്യണം വേണ്ടോ എന്നുള്ളത് അല്ലേ. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം 300 സംതിങ് വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് ആകെ വന്നിട്ടുള്ളത്. പറയാം SC ST ജനറൽ എല്ലാം കൂടെ കൂട്ടി തന്നെ സംതിങ് വേക്കൻസിയാണ് ഉള്ളത്. അപ്പം അതിലേക്ക് നിങ്ങൾ മത്സരിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എന്ത് ചെയ്യാം ഉടനെ തന്നെ നടത്തേണ്ടതായിട്ട് ഉണ്ട്. നല്ലൊരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ് നിങ്ങൾ മുന്നിലുള്ളത്. അപ്പം ടയർ 2-ന് വേണ്ടി തയ്യാറെടുക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഗൈഡൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. പറഞ്ഞു ക്വാളിഫൈ നേച്ചർ ആണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വായനയും ഇവിടെ തന്നെ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ എബിലിറ്റിയിലും ആയിരിക്കും നിങ്ങളുടെ ടയർ 2 ഇരിക്കുന്നത്. ആ ടയർ 2 ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ടയർ 3-ലേക്ക് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബാണ് അല്ലേ. അറിയാം, ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുമ്പോൾ അത്രത്തോളം വലിയ പ്രസ്റ്റീജിയസ് ജോബാണ്, അത്രത്തോളം വലിയ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ജോബ് കൂടിയാണ് അല്ലേ. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം ടയർ 2 എക്സാമിനേഷൻ നമുക്ക് ഈ പറഞ്ഞ ജനുവരി ഫെബ്രുവരിക്കുള്ളിൽ തന്നെ അങ്ങ് 12-13 വരെ പോകത്തില്ല, പറഞ്ഞ 1-2-നുള്ളിൽ തന്നെ എന്ത് ചെയ്യും പറയുന്ന എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ജനുവരി ഒരു 26 മുതൽ അല്ലെങ്കിൽ പറയുന്ന ഫെബ്രുവരി 1-2 ഇടയിൽ തന്നെ എന്ത് ചെയ്യും എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. അപ്പം ഒരുപാട് സമയവും നമുക്ക് എന്ത് ചെയ്യില്ല കിട്ടിയെന്ന് വരില്ല. അപ്പൊ ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ എന്ത് ചെയ്യുക ഈ പറയുന്ന എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും. നമ്മൾ ആ ഒരു നിശ്ചയബോധ്യത്തോടു കൂടി തന്നെ പോവുക. ഓക്കെ, നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ കാണും. അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഒരു നല്ല രീതിയിൽ വലിയൊരു പൊസിഷനിൽ എത്താൻ സാധിക്കട്ടെ എന്ന് താങ്ക് യു. ബൈ.